സമയം ഇപ്പോൾ 1 മണിയായി. നല്ല വെയിലാണ്. ഇന്ന് നമുക്കൊരു ചെറിയ ഓട്ടം ഉണ്ട്. ഇപ്പോൾ ഞാൻ ആശാന്റെ വീട്ടിലേക്ക് വണ്ടി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഓട്ടം തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള മിലിറ്ററി ക്യാൻറ്റീനിലേക്കാണ്. അങ്ങനെ ഞാൻ ആശാന്റെ വീട്ടിലെത്തി. നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഈ ഇത്തിയോസാണ്. ഇന്നലെ വേറെ ഇത്തിയോസായിരുന്നു നമ്മൾ ഓടിച്ചത്. എനിക്ക് ഇവിടെയുള്ള എല്ലാ വണ്ടികളിലും വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന ഇത്തിയോസ്. അങ്ങനെ വണ്ടി എടുത്തിട്ട് വീടിൻ്റെ അവിടേക്കാണ് പോണത്. വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് തൃശ്ശൂർ ക്യാൻറ്റീനിലേക്ക് ഓട്ടം ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി എടുത്തിട്ട്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ ഉള്ളിൽ 2 റൂട്ട്സിൻ്റെ ഹോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് മാറി തരാറുണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അതേപോലെ തന്നെ ഈ വണ്ടിക്ക് നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റുകളാണ് ഈ വണ്ടിക്ക് നമ്മൾ അടിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഇവിടെ നിന്ന് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ടമുള്ള വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് നമുക്കിന്ന് തൃശ്ശൂർക്ക് ഓട്ടം ഉള്ളത് കേട്ടോ. 2 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി. വണ്ടി ഞാനൊരു തണലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടുകയാണ്. കറക്റ്റ് നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു തണൽ കിട്ടി. രാവിലെയാണ് എപ്പോഴും ഇവിടെ തിരക്കുണ്ടാവാറ്. ഉച്ചരിഞ്ഞാൽ ആകെ കാലിയായിട്ടാണ് കിടക്കാറ്. ഇന്നും ഈ പറഞ്ഞ പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ക്യാൻറ്റീനിൽ. ആ ചേട്ടൻ പ്രായമായതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ പിടിക്കാൻ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിക്വർ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് നമ്മുടെ കാറിൻ്റെ ബാക്ക് സീറ്റിലെത്തി. ഇപ്പോൾ ആൾ ലിക്വർ വാങ്ങാൻ ലിക്വർ ഷോപ്പിൽ കയറിയേക്കാണ്. ഇനിയൊരു കേസ് ലിക്വറും കൂടിയും വെക്കാനുണ്ട് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ. ലിക്കറൊക്കെ അങ്ങനെ കാറിൽ സേഫ് ആക്കി വെച്ച് ക്യാൻറ്റീൻ്റെ ഉള്ളിലുള്ള ചായക്കടയിൽ നിന്ന് ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനത്തെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചായ കിട്ടാറ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പൂങ്കുന്നം ഹൈവേയിൽ കയറിയപ്പോൾ ദേ കിടക്കണ ഒരു മുതൽ നമ്മുടെ കലിനൻ കല്യാൺകാരുടെ വണ്ടിയാണ്. അവരിൽ ഇതേപോലെ ഞാനൊരു ബ്ലൂ കലിനനും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടിയുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പുഴയ്ക്കിലുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട്. കുറച്ചും കൂടി പണി മാത്രമേ കഴിയാനുള്ളൂ ഇനി. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ റോഡൊക്കെ അടിപൊളിയാവും. ഷാർപ്പ് 4 മണിയായപ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂരിൽ ഇപ്പോൾ എത്തിയിട്ട് അവരെ ഇറക്കിയിട്ട് ഞാനിപ്പോൾ ആശാൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആശാൻ്റെ വീട്ടിൽ വണ്ടി കയറ്റിയിട്ടിട്ട് വണ്ടിയുടെ ചാവിയും വാടകയും വീട്ടിൽ കൊടുത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ വണ്ടി എടുക്കാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂട്ടർ ബാക്ക് സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. ഇനി അടുത്തൊരു ഓട്ടത്തിലൂടെ കാണാം അപ്പോൾ.